ഇന്ന് നമ്മൾ ബദാം കൊണ്ടുള്ള ഒരു ലഡുവാണ് ചെയ്യുന്നത്. ഇതിലാകെ 3 ഇൻഗ്രീഡിയൻസേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ബദാം, ശർക്കര, പിന്നെ നെയ്യും. ആദ്യമേ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആ ബദാം നമ്മളൊരു ചൂടുള്ള പാനിലിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുവാണ്. ഒരു 3-4 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ച് എടുത്ത ബദാമിനേക്കാളും ഒരു പകുതി അളവിലൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. ശർക്കര പൊടിച്ചതാണ്. ഇനി നമ്മൾ ആ ചൂടാക്കി വെച്ചിരുന്ന ആ ബദാം തണുത്തതിന് ശേഷം അതൊന്ന് ആദ്യം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുവാണ്. ഈ ഒരു രീതിയിൽ തരിതരിപ്പായാണ് പൊടിക്കേണ്ടത്. ഇനി അതിലേക്ക് നമ്മൾ ശർക്കര ചേർക്കുവാണ്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ മിക്സിയിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക, ശർക്കരയും ബദാമും ചേർത്ത്. ഇനി നമുക്ക് ആ പൊടിച്ചു വെച്ച ബദാമും ശർക്കരയും കൂടിയിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് കൂടി ഒന്ന് ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി കൈകൊണ്ട് ഇതുപോലെ എല്ലാം കൂടെ തിരുമ്മി ചേർത്തതിന് ശേഷം ഓരോ ഉരുളകളായിട്ട് എടുത്ത് ഇങ്ങനെ പിടിയായിട്ട് ഇങ്ങനെ റൗണ്ടിൽ റെഡിയാക്കി എടുത്താൽ മതി. ബദാം ലഡു റെഡി ആയിട്ടുണ്ട്. ബദാം കഴിക്കാത്ത കുട്ടികൾ പോലും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ടേസ്റ്റിയോടെ കഴിക്കും. വളരെ എളുപ്പവുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. താങ്ക് യു.